അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവർ, എന്നിങ്ങനെ ഒരു വീഡിയോയുമായി വരാൻ കാരണം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന പല വീഡിയോകളുടെയും കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം കാണാനിടയായി. അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ അതിന് വരുത്തേണ്ടതുണ്ട്. അതിന് നമ്മുടേതായ ഒരു അഭിപ്രായം നമുക്ക് പറയാലോ. അത് ആളുകൾക്ക് തിരുത്താൻ പറ്റുമെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായി വന്നത്. അതായത് കലാഭവൻ നവാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യം, അയാളൊരു സിനിമാ നടനല്ലേ, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന്. എന്താ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പം? അയാൾ മുസ്ലിമല്ലേ, അയാൾ 5 നേരം നിസ്കരിക്കുന്ന വ്യക്തിയാണ്, അയാൾ നോമ്പെടുക്കുന്ന വ്യക്തിയാണ്, അയാൾ സക്കാത്ത് കൃത്യമായി കൊടുക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല, ഐച്ഛികമായ ഉലൂഹിയത്തിൽ പോലും അയാൾ കൃത്യമായി പങ്കെടുക്കുകയും അയാളുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം അയാളുടെ മഹല്ലിൽ വളരെ കൃത്യമായി കൊടുക്കുകയും അതുപോലെ ആതുര സേവനങ്ങൾക്കും ദരിദ്രരെയും പാവപ്പെട്ടവരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും സഹായിക്കാൻ വളരെയധികം ശുഷ്കാന്തിയോടുകൂടി താല്പര്യത്തോടുകൂടി മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയെന്നാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത്. മാത്രമല്ല, ആലുവ അൽ-അൻസാർ മസ്ജിദ് ഖത്തീബ് ടി.കെ. അബ്ദുസ്സലാം സാഹിബിൻ്റെ വരികൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. സോഷ്യൽ മീഡിയയിൽ ടി.കെ. അബ്ദുസ്സലാം സാഹിബ് കുറിച്ച വരികൾ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാകാം, പലരും വായിച്ചിട്ടുണ്ടാകാം. വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കാത്തവരൊന്ന് വായിക്കാൻ ശ്രമിക്കുക. ഈ നവാസിനെ വളരെ കൃത്യമായി അടുത്തറിയുന്ന, നവാസിൻ്റെ നാട്ടിലെ പള്ളിയിലെ ഖത്തീബ് ആയ ആളാണ് ഈ അബ്ദുസ്സലാം സാഹിബ്. അദ്ദേഹം പറയുന്നത്, ഓരോ കാര്യങ്ങൾ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ 2 മിനിറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ ചിലപ്പോൾ അത് അരമണിക്കൂർ വരെ അദ്ദേഹത്തിൻ്റെ സംസാരം, മതപരമായ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം, മതത്തിൻ്റെ നിയമങ്ങൾ അറിയാനുള്ള ആഗ്രഹം നീണ്ടു പോകുമായിരുന്നു എന്ന് അബ്ദുസ്സലാം സാഹിബ് സാക്ഷ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഉലൂഹിയത്തിൻ്റെ ബലിപെരുന്നാളാകുമ്പോൾ ഉലൂഹിയത്തിൻ്റെ വിഹിതത്തിൽ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഷെയർ അദ്ദേഹം കൊടുക്കുകയും കൂടുകയും അതുപോലെ തന്നെ സക്കാത്തും മറ്റുമായിട്ടുള്ള എല്ലാ തലത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളുമെല്ലാം അദ്ദേഹം വളരെ കൃത്യമായി പങ്കെടുക്കുകയും നമസ്കാരം വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കുകയും, എത്ര പ്രയാസമുണ്ടെങ്കിലും മൈക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഉളു എടുത്തിട്ട് മൈക്കപ്പ് ഇടും, എന്നിട്ട് വന്ന് നിസ്കരിക്കും. കാരണം അത് മറ്റൊരു പ്രയാസമാണല്ലോ, അതിനു വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ദീനി ചിട്ടയോടുകൂടി, പരമാവധി ദീനി ചിട്ടയോടുകൂടി ജീവിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. നമ്മളൊക്കെ അത് ചെയ്യേണ്ടവരാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് സംശയിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ ആ സംശയം ഇന്നോടുകൂടി നമ്മളത് തിരുത്തണം. കാരണം അവരൊക്കെ മുസ്ലിമീങ്ങളാണ്, അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പിന്നെ നമ്മൾ നമ്മുടെ സഹോദരൻ്റെ അഭാവത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ ആമീൻ പറയുകയും നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, വളരെ ധിക്കാരപരമായി, വളരെ ക്രൂരമായി 99 ആളുകളെ കൊന്ന ഒരാളുടെ ചരിത്രം ബുഖാരിയും മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ അദ്ദേഹം തൗബ അന്വേഷിച്ച്, പശ്ചാത്താപം അന്വേഷിച്ചു കൊണ്ടാണ് പുറപ്പെടുന്നത്. അങ്ങനെ ആ പുറപ്പെട്ട വ്യക്തി ഓരോ പണ്ഡിതന്മാരടുക്കൽ എത്തുകയും അവരോട്, ഞാനിങ്ങനെ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത്ര ആളുകളെ കൊന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എനിക്ക് തൗബയുണ്ടോ, എനിക്ക് പശ്ചാത്താപമുണ്ടോ, എൻ്റെ തൗബ പടച്ചവൻ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പലരും ഇല്ല എന്ന് പറയുമ്പോൾ അവരെയൊക്കെ കൊന്നു. അങ്ങനെ ഒരാളെടുക്കലേക്ക് അയാൾ പോകുകയാണ്, മറ്റൊരു പണ്ഡിതൻ്റെ അടുക്കലേക്ക് അയാൾ പശ്ചാത്താപം അന്വേഷിച്ചുകൊണ്ടിങ്ങനെ പോകുന്നതിനിടയിൽ അയാൾ മരിക്കാനിടയാകുന്നു. അങ്ങനെ മരിക്കുമ്പോൾ മലക്കുകൾ തമ്മിൽ തർക്കമായി. ആ തർക്കത്തിൽ മലക്കുകൾ പറയുന്നത്, അദാബിൻ്റെ മലക്കുകൾ പറയുന്നത്, അയാൾ 99 ആളെ കൊന്നവനാണ്, 100 ആളെ കൊന്നവനാണ് അയാൾ, അതുകൊണ്ട് അയാൾ നരകത്തിലേക്കാണ് പോകേണ്ടത്. നേരെ മറിച്ച് റഹ്മത്തിൻ്റെ മലക്കുകൾ പറയുന്നത് അയാൾ സ്വർഗത്തിലേക്കാണ് പോകേണ്ടത്, അയാൾ തൗബ അന്വേഷിച്ച് പുറപ്പെട്ടവനാണ്.
അങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു താല നിയോഗിക്കുകയും ആ ഭൂമി, അയാൾ പിന്നിട്ട ഭൂമിയും ഇനി പിന്നിടാനുള്ള ഭൂമിയും അളക്കുകയും അങ്ങനെ അയാൾ സ്വർഗാവകാശിയായി മാറുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം, ഹദീസിൽ കാണാൻ സാധിക്കും. എന്താണെന്ന് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എൻ്റെ അടിമ പശ്ചാത്താപം അന്വേഷിച്ച് തൗബ അന്വേഷിച്ചുകൊണ്ടാണ് പോയത്, അതുകൊണ്ട് ഞാൻ ആ ഭൂമിയെ ചുരുക്കിക്കളഞ്ഞു എന്നാണ്. അപ്പോൾ ഏത് വലിയ പാപം ചെയ്താലും അള്ളാഹുവിൻ്റെ അടുക്കൽ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു അത് പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് അള്ളാഹു പൊറുക്കുകയില്ല, ബാക്കി അതിന് താഴെ വരുന്ന പാപങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കും, അവർ പശ്ചാത്താപം ചോദിച്ചു പോയാൽ എന്ന് അള്ളാഹു പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കൽ ചോദിക്കേണ്ടതുണ്ട്. പിന്നെ അയാളുടെ നരകവും സ്വർഗവും തീരുമാനിക്കേണ്ട ആളുകൾ നമ്മളല്ല, അത് അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമുള്ള അധികാരമുള്ള കാര്യങ്ങളാണ്. അത് അള്ളാഹു തീരുമാനിക്കുന്നത് പോലെയാണ് നടക്കുക. അപ്പോൾ അതുകൊണ്ട് അയാളുടെ സ്വർഗവും നരകവും നമ്മൾ തീരുമാനിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ കുടുംബത്തിൻ്റെ സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ നമ്മളും പങ്കുചേരുക. അതാണ് ഒരു സത്യവിശ്വാസി ഇനി ചെയ്യേണ്ടത്. പിന്നെ അവർക്ക് ചെയ്യാനുള്ളത് അവരുടെ മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരാൾ മരിച്ചാൽ 3 കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം നിലച്ചു പോകും. ഒന്ന് സ്വദഖത്തുൻ ജാരിയ, ജാരിയായ ധർമ്മം, നിത്യം എല്ലാ കാലവും ഉപയോഗിച്ചു കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിണർ, വെള്ളം കുടിക്കാനുള്ള കിണർ പോലെ, അല്ലെങ്കിൽ ഒരു റോഡ് പോലെ, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള ജാരിയായ ധർമ്മം, അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. രണ്ടാമതിന് പറഞ്ഞത് അൽ ഇൽമുൻ യുന്തഫൗ ബിഹി, ഉപകാരപ്രദമായ അറിവ്. ഒരാളൊരറിവ് പഠിക്കുകയും അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ ആ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നെല്ലാം ഒരു വിഹിതം പുണ്യം ഈ പറഞ്ഞു കൊടുത്ത ആൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ, അവരുടെ പ്രാർത്ഥനയും ആ ആൾക്ക്, മരിച്ചുപോയ ആൾക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കേണ്ടത് സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മുടെയൊക്കെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തുക. എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി, ലോകത്ത് പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ സത്യവിശ്വാസികൾക്കും വേണ്ടി, പ്രത്യേകിച്ച് ഗസയിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കുകയും നമുക്കും അവർക്കുമെല്ലാം എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.